ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എയർപോർട്ട് മേഖലയിലെ ഒരു തൊഴിലവസരവുമായിട്ടാണ്. എയർപോർട്ട് മേഖലയ്ക്ക് കീഴിലുള്ള AI എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡിൽ ഇപ്പോൾ അസിസ്റ്റന്റ് സൂപ്പർവൈസർ എന്നൊരു തസ്തികയിലേക്ക് 209 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് കേരളത്തിലെ എയർപോർട്ടായ തിരുവനന്തപുരം എയർപോർട്ടിലും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അവർ ചോദിക്കുന്ന യോഗ്യത എങ്ങനെയാണ് മുതലായ കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാം ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു, ഈ വേക്കൻസി വന്നിട്ടുള്ളത് AI എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. അസിസ്റ്റന്റ് സൂപ്പർവൈസർ എന്നൊരു തസ്തികയിലാണ് നിലവിൽ ഈ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 209 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡൽഹിയിൽ 87 ഒഴിവുണ്ട്, മുംബൈയിൽ 70 ഒഴിവ്, കൊൽക്കത്തയിൽ 12 ഒഴിവ്, ഹൈദരാബാദ് 10 ഒഴിവ്, നാഗ്പൂർ 10 ഒഴിവ്, തിരുവനന്തപുരം നമ്മുടെ കേരളത്തിലെ എയർപോർട്ടായ തിരുവനന്തപുരം എയർപോർട്ടിലെ 20 ഒഴിവുകളും ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പോസ്റ്റിലേക്ക് അവർ ചോദിക്കുന്ന യോഗ്യതകൾ കൂടി നമുക്ക് നോക്കാം. ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് മിനിമം 3 വർഷത്തെ ഡിഗ്രിയാണ്. അത് BSc അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം, നിങ്ങൾ ആ ഒരു കമ്പ്യൂട്ടർ മേഖലയിൽ നിന്നുള്ള ഡിഗ്രി അല്ല നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു കമ്പ്യൂട്ടറിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അവർ ചോദിക്കുന്നുണ്ട്. മിനിമം ഒരു 1 ഇയർ ഡ്യൂറേഷൻ എങ്കിലും ഉള്ള ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചോദിക്കുന്നുണ്ട്, പ്ലസ് ഒരു 1 ഇയർ വർക്ക് എക്സ്പീരിയൻസും അവർ ചോദിക്കുന്നുണ്ട്. അത് ഡാറ്റ എൻട്രിയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് മേഖലയിലുള്ള പ്രവൃത്തി പരിചയമാണ് അവർ ചോദിക്കുന്നത്. ഇനി നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലോ അല്ലെങ്കിൽ IT മേഖലയിലോ ഒക്കെയാണ് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെങ്കിൽ, അതായത് BC അല്ലെങ്കിൽ BSc ഒക്കെ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ITയിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഒക്കെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അവിടെ ഒരു കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആവശ്യമില്ല. ബട്ട് നിങ്ങൾക്കൊരു 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് വേണം. അത് ഡാറ്റ എൻട്രിയിലോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മേഖലയിലോ ഉള്ളതാണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അത് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ, അതായത് ഡിഗ്രി നേടിയതിനു ശേഷമുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നൊരു കാര്യവും അവർ പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 35 വയസ്സ് വരെയാണ് അവർ ഏജ് ലിമിറ്റ് പറയുന്നത്. OBC ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ വരുന്നുണ്ട്, അങ്ങനെ 38 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ അപ് ടു 40 ഇയേഴ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ ഒരു സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ മന്ത്ലി വരുന്നത് 27,000 റുപ്പീസ് ആണ് നിങ്ങളുടെ ഇതിന്റെ സാലറി വരുന്നത്. ഇതിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിന്റെ നിയമനം എന്ന് വെച്ചാൽ ഇനീഷ്യലി ഒരു ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസിസിലാണ് അവർ ഹയർ ചെയ്യുന്നത്. 5 വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസിസിലാണ് അവർ ഹയർ ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഓർഗനൈസേഷൻ അതിന്റെ ആവശ്യമുണ്ട്, നിങ്ങളുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ അത് അവർ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന ഒരു കാര്യം കൂടി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. Fixed term contract for a period of 5 years which may be extended for further period based on requirement of AESL and performance. So ആ ഒരു കാര്യം നിങ്ങൾ അവിടെ മനസ്സിലാക്കുക. ഇനി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ അവരുടെ ആപ്ലിക്കേഷൻ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഒന്നല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അത് ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം ഈ ഒരു എൻ്റെ നോട്ടിഫിക്കേഷനും അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതുവഴി സിമ്പിൾ ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം എടുക്കാവുന്നതാണ്. സോ ആപ്ലിക്കേഷൻ ഫോം കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. അതിൽ അനുബന്ധ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ആ ഒരു ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യുക. ഇത് കറക്റ്റ് സ്കാൻ ചെയ്ത് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID ആയ careers@aiesl.in ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. ഈ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കാനാണ് അവർ പറയുന്നത്. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കൂടാതെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഒരു ഗൂഗിൾ ഫോം അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ഗൂഗിൾ ഫോമിന്റെ ലിങ്കിൽ കയറിയിട്ട് ഇതാണ് അതിന്റെ ഗൂഗിൾ ഫോം വരുന്നത്. ഈ ഒരു ഗൂഗിൾ ഫോം കൂടി നിങ്ങൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആവുക. അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു 1000 റുപ്പീസ് അവർ ആപ്ലിക്കേഷൻ ഫീ വാങ്ങുന്നുണ്ട്. അത് നോൺ റീഫണ്ടബിൾ ആണ്. അത് ജനറൽ ആണെങ്കിലും EWS ആണെങ്കിലും OBC ഒക്കെ ആണെങ്കിലും 1000 റുപ്പീസ് ആപ്ലിക്കേഷൻ ഫീ അവർ വാങ്ങുന്നുണ്ട്. അത് RTGS അല്ലെങ്കിൽ നെഫ്റ്റ് ത്രൂ നിങ്ങൾക്ക് ആ ഒരു ബാങ്ക് വഴി നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. AI എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ്, ബാങ്ക് നെയിം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിലാണ് എടുക്കേണ്ടത്. അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, IFSC കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ച് ന്യൂഡൽഹി, മെയിൻ ബ്രാഞ്ച് 11 പാർലമെന്റ് സ്ട്രീറ്റ് ന്യൂഡൽഹി ഒരു ബ്രാഞ്ചാണ്. ആ ഒരു ഇതിലേക്കാണ് നിങ്ങൾ നെഫ്റ്റ് ചെയ്യേണ്ടത്.
ഇനി ഇതിലേക്ക് അപേക്ഷ അവർ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15 ജാനുവരി 2024 ഒരിക്കലും ലാസ്റ്റിലേക്ക് വെക്കരുത്. മാക്സിമം പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് സ്കാൻ ചെയ്ത് ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക. ഇനി അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കുറച്ച് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഇതിൽ വെക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതെന്ന് വെച്ചാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ്, അത് 10th വെക്കുക, 12th വെക്കുക, ഡിഗ്രി മാർക്ക് ഷീറ്റ്, അതിന്റെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് കറക്റ്റ് സ്കാൻ ചെയ്ത് കൊടുക്കുക. രണ്ടാമത് നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതിന്റെ നിങ്ങളുടെ ഒറിജിനൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ SSC 10th സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇതൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും സംവരണ വിഭാഗത്തിൽ വരുന്ന കാൻഡിഡേറ്റ് ആണ്, SC ആണ്, ST ആണോ, OBC കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഫില്ല് ചെയ്ത് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ, നിലവിൽ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻസ് അവർ സ്വീകരിക്കുന്നതാണ്. അതിൽ അവർ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യും. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് എലിജിബിൾ ആയ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ AIESL.in അവർ പബ്ലിഷ് ചെയ്യുന്നതാണ്. ആ കാൻഡിഡേറ്റ്സിന് ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും, ഒരു കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ MS Word, MS Excel, PowerPoint നോളേജ് കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അങ്ങനെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്. അത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് അവരുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫോർമാറ്റ് വരുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ആണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പ്ലസ് ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു ഗൂഗിൾ ഫോം കൂടി നിങ്ങൾ ഫില്ല് ചെയ്യുക. സോ ഇത്രയുമാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം ചെയ്യേണ്ട കാര്യങ്ങൾ. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലും 20 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.